ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിവസം കഴിയുന്തോറും ചൂട് കൂടിക്കൂടി വരികയാണല്ലേ. ഈ ഒരു ചൂട് സമയത്ത് കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് റാഗിപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തത്. ഇതാദ്യം ഒന്ന് നല്ലപോലെ കലക്കിയെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ റാഗിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഡ്രിങ്ക് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതാ ഞാനിവിടെ റാഗിപ്പൊടി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ്. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു രീതിക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത്. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് വന്നോളും. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കൊണ്ട് തന്നെ ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് വന്നോളും. ഇപ്പോൾ നോക്കൂ, ക്യാരറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു റാഗിപ്പൊടിയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അടിയിൽ കട്ട കെട്ടിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചോളൂ. അതിനുശേഷം മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഒന്ന് നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ റാഗിപ്പൊടി നന്നായിട്ടൊന്ന് വെന്തൊക്കെ വരണം. അപ്പോൾ അതാ ഇതുപോലെ വെന്ത് ഒന്ന് ഇത്രയും പാകത്തിന് കുറുകി വരുന്നത് വരെയാണ് ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം അത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് എന്ന് പറയുന്ന ആ ഒരു സീഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരും. സബ്ജ സീഡിൽ ഒരുപാട് ഡയറ്ററി ഫൈബേഴ്സ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഒരു സബ്ജ സീഡിന് പകരം നിങ്ങൾക്ക് ചിയ സീഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും പൊങ്ങി വരും. ഇനിതാ ഈ ഒരു ക്യാരറ്റിൻ്റെയും റാഗിയുടെയും മിക്സ് നല്ല പോലെ തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുറുകി വരും ആ ഒരു ചൂടാറി വരുമ്പോൾ. അതിനുശേഷം ഇത് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിനായിട്ട് ഞാനിവിടെ ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈത്തപ്പഴം ഞാനൊന്ന് സോക്ക് ചെയ്തെടുത്തിരുന്നു. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്താൽ മതി. ഓൾറെഡി ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ജ്യൂസി ആയിട്ട് വന്നിരുന്നു. ആ ഒരു വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് വെള്ളത്തിന് അളവൊന്നുമില്ല. അത് നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഡ്രിങ്കിന് എത്രയാണ് നിങ്ങൾക്ക് തിക്നെസ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പും ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഡ്രിങ്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഡ്രിങ്ക് എത്ര തിക്കായിരിക്കണം ലൂസായിരിക്കണം അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടോ ഈവനിങ് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മളുടെ വയറ് നല്ലപോലെ നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. നോമ്പ് സമയത്തായാലും ഈ ഒരു ചൂട് സമയത്തായാലും വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഡ്രിങ്ക് മതിയാകും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. റാഗിപ്പൊടിയും ആപ്പിളും ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കും ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.